Good morning, everyone, and welcome to Skills Sprint 2025, our year long journey to learn, grow, and empower. Today, we are stepping into session 46 titled Micro Habits, Macro Health. Over the past month, Skills Sprint has helped each one of us build powerful skills through simple, consistent daily actions. And today's topic beautifully reinforces that philosophy. It's my pleasure to introduce our speaker, Mrs. Jayasri Madhusudanan, a passionate wellness advocate and an inspiring voice in the space of personal development. She believes deeply that transformation doesn't begin with giant leaps, but with small, meaningful, repeatable habits that quietly reshape our life and health. Her approach blends practical wisdom, science backed strategies, and simple lifestyle principles that anyone, irrespective of age or routine, can adopt. Today, she will guide us through how micro habits can influence energy levels, emotional balance, and long term wellness. As we continue our skill sprint mission of empowering people to build a better version of themselves daily, this session is a perfect reminder that small steps lead to big changes. Please join me in warmly welcome our speaker for the day, Mrs. Jayasri Madhusudanan, for session 46 of Skill Sprint 2025 Micro Habits, Macro Health. Please put your hands together for the inspiring and energetic trainer, Mrs. Jayasri Madhusudanan. Madam, the floor is yours. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഗുഡ് മോർണിംഗ്. Good morning, madam. Good morning. മല്ലിക മാം ഗുഡ് മോർണിംഗ്. Good morning. ഗുഡ് Good മോർണിംഗ്. morning. ഗുഡ് മോർണിംഗ് സർ. നമുക്ക് ഇന്നത്തെ വിഷയം ചെറുതിൽ നിന്ന് തുടങ്ങി വലുതിലേക്ക് ആരംഭിക്കുക. അതായത് എന്താണ് ചെറുതിൽ നിന്ന് നമ്മള് ചെറുതായിട്ട് തുടങ്ങിയിട്ട് വലുതിലേക്ക് പോവുക എന്നുള്ള അതായത് ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. മൈക്രോ ഹാബിറ്റ്, മാക്രോ ഹാബിറ്റ്, ഹെൽത്ത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മരിച്ചു അല്ലേ? മരിച്ചില്ല എല്ലാവരും? മരണഭയം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യാമോ? എനിക്ക് മരണഭയം ഒന്നും ഇല്ല എന്നുള്ളത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ഐ എം ഹാപ്പി, എനിക്കൊന്നും വേണ്ട ഈ ലോകത്തെ, അങ്ങനെ ഉള്ള ആരെങ്കിലും ഉണ്ടോ? കാണാൻ വഴിയില്ല അല്ലെ? എല്ലാവർക്കും ഒരുപാട് കാലം ജീവിച്ചിരിക്കണം അല്ലെ? ആർക്കെങ്കിലും ആരോഗ്യമില്ലാതെ ആസ്പത്രി കിടക്കയിൽ കിടന്ന് കുറെ ഗുളികയൊക്കെ കഴിച്ച് മരുന്നൊക്കെ കഴിച്ച് സിറിഞ്ചൊക്കെ കുത്തിവെച്ച് കിടക്കുന്ന ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആസ്പത്രി കിടക്കാൻ, അല്ലെങ്കിൽ മരുന്ന് കഴിക്കാൻ, പ്രഷറിന്റെ ഗുളിക കഴിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമാണെന്നുള്ളവരൊന്ന് ഒരു ഇത് ചെയ്യാമോ, ടൈപ്പ് ചെയ്യാമോ? അങ്ങനെ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും നല്ല ആരോഗ്യം വേണം. നല്ല ഹെൽത്ത് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും അല്ലെ? ശരീരമാദ്യം കലു ധർമ്മസാധനം എന്ന് പറയാം. നമ്മുടെ മറ്റേ ശ്രീകൃഷ്ണന്റെ വചനത്താണ്. അതായത് ആരോഗ്യമാദ്യം, അതായത് നമുക്ക് ആദ്യം ആരോഗ്യമാണ് വേണ്ടത്. നമ്മളാകുന്ന ഒരു പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ലോകത്തെ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആരോഗ്യമാണ് വേണ്ടത്. അത് നമ്മുടെ അദ്ദേഹം പറയുന്നത് സാധനം എന്ന് പറയുന്നത്, പ്രവൃത്തി ചെയ്യാനുള്ള ഒരു സാധനമാണ് നമ്മുടെ ശരീരം. ആ ശരീരത്തെ നമ്മൾ ഹെൽത്തി ആയിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, വേറെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. അപ്പോ നമുക്ക് ചില ആൾക്കാരൊക്കെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പാഷനാണ് നമ്മളെ ഓരോ ടൗണിനല്ല, ഓരോ 2 വീട് അല്ലെങ്കിൽ 2 കട വിട്ട് എന്തുണ്ട്, ഓരോ ജിംനേഷ്യം ക്യാമ്പുകളുണ്ട്. ആദ്യം പോയി കുറെ ജിം ചെയ്യും, 2 ദിവസം കഴിയുമ്പോഴേക്ക് മസിൽ പെയിൻ വരും, കിടപ്പാവും. അപ്പൊ നമുക്ക് പതുക്കെ പല തുള്ളിയാണ് പെരുവെള്ളമായി മാറുക. അപ്പൊ നമ്മൾ ആദ്യം പോകും, 2 ദിവസം കഴിയുമ്പോൾ അത് വേണ്ടാതെ വയ്ക്കും, വീട്ടിലിരിക്കും. അപ്പൊ നമ്മള് ചെറുതിലൂടെ തുടങ്ങിയിട്ട് വലുതിലേക്ക് പോകുന്ന ഒരു കൺസെപ്റ്റിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതായത് മൈക്രോ ഹാബിറ്റ്, മാക്രോ ഹെൽത്ത്. എന്തുകൊണ്ടാണ് ഈ ചെറുതിൽ, അതായത് മൈക്രോ ഹെൽത്ത് എന്ന് പറയുന്നത് മാക്രോ ആയി മാറുക? അത് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. നമുക്ക് എന്തുകൊണ്ടാണ് ഈ ചെറുതിൽ നിന്ന് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വലുതിലേക്ക് എത്തിച്ചേരാം എന്ന് പറയുന്നത്? അത് നമുക്ക് ബോറടിപ്പിക്കില്ല.
ചെറുതിൽ നിന്ന് ആരംഭിക്കുക. ചെറുതായിട്ടൊരു ഇപ്പൊ യോഗയിലൊക്കെ ചെറുതായിട്ട് നമുക്ക് ഒരു സൂക്ഷ്മ വ്യായാമം എന്നൊക്കെ പറയും. അതിലൂടെ ആരംഭിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു ജിംനേഷ്യത്തിൽ പോയി ജോയിൻ ചെയ്യാം. അത് നമുക്ക് ഹെൽത്ത് തരും, നമുക്ക് എനർജി തരും, നല്ല സ്ലീപ്പ് തരും, നമുക്കൊരു ഫോക്കസ് ഉണ്ടാവും, ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ മാക്രോ ഹാബിറ്റ് അത് നന്നായി വർക്ക് ചെയ്യുന്ന പറയുന്നത്. ചെറുതിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. അതെങ്ങനെ ആരംഭിക്കാമെന്ന് നോക്കാം. ഇത് എങ്ങനെയാണ് നമ്മുടെ ഹെൽത്തിൽ നിന്ന് ആരംഭിക്കാം. നമ്മുടെ എന്താണ് ഹെൽത്ത്? ആർക്കെങ്കിലും പറയാം എന്താണ് ഹെൽത്ത്? മെന്റൽ, സോഷ്യൽ, വെൽബീയിങ് ആണ്. അതായത് നമ്മുടെ ഫിസിക്കലായിട്ടും മെന്റലായിട്ടും നമ്മുടെ സോഷ്യലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലും നമുക്കൊരു ആരോഗ്യം വേണം. അപ്പോൾ നമ്മുടെ ഫിസിക്കലായിട്ടും മെന്റലായിട്ടും സോഷ്യലായിട്ടുമുള്ള ഹെൽത്തിനെയാണ് ഇതിനെയാണ് കംപ്ലീറ്റ് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് ആ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാം? ഓക്കെ, ഇദ്ദേഹത്തിന് നിങ്ങൾ അറിയായിരിക്കും, വളരെ പ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയാണ്. എന്ന് പറയാൻ ആരാന്നൊന്ന്? The health is the most important thing, and you have to take care of our body, our mind, spiritual way as well. It doesn't matter about cultures or religions because we are all the same. So the health is the most important. The health is. അദ്ദേഹത്തിന് അറിയാമായിരിക്കും, അക്ഷയ് കുമാർ. അദ്ദേഹത്തിന്റെ വീഡിയോ നമ്മള് ഒരു യൂട്യൂബില് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഹെൽത്തുള്ള, അതായത് ഡിസിപ്ലിൻ ഉള്ള ഒരു സിനിമാ നടനാണ് അക്ഷയ് കുമാർ. അദ്ദേഹം ഒരു ആക്ടർ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു എത്ര വലിയ ഷൂട്ടിങ്ങോ അല്ലെങ്കിൽ എത്ര വലിയ ഒരു ക്ലബിലേക്ക് പോകുന്നതിനായിട്ട് ആരെങ്കിലും ക്ഷണിക്കുകയോ ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം പോവില്ല. 8:30 കഴിഞ്ഞാൽ അദ്ദേഹം കിടന്നിരിക്കും, 4:30 അദ്ദേഹം എഴുന്നേറ്റിരിക്കും. അദ്ദേഹം പറയുന്നത് എനിക്ക് എന്റെ ഹെൽത്താണ് ഏറ്റവും വലുത്. അദ്ദേഹം എല്ലാ തരത്തിലും പണി ചെയ്യും. പക്ഷെ 56 വയസ്സിലൊന്നും എനിക്ക് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത്. പക്ഷെ വളരെ ഹെൽത്തി ആയിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്നത്. There are 24 hours. You need 8 hours of sleep. I need a very disciplined life. Your body requires 8 hours of sleep. You need 2 hours to eat. You need 2 hours of workout. You need some few hours to spend with your family. And then after that 8 hours, so bachte kitne? There are 24. അറിയായിരിക്കും, നമ്മുടെ ഇലക്ഷൻ ചരിത്രം സൃഷ്ടിച്ച ശേഷൻ എന്ന മഹാൻ അല്ലെ. അദ്ദേഹം നമ്മള് എവിടെ നോക്കിയാലും ഇലക്ഷൻ എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ച മഹാനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആസ്തിക വളരെ കൂടുതലാണ്. എന്നാൽ അദ്ദേഹം മരണസമയത്ത് അദ്ദേഹത്തിന്റെ വൈഫ് തൊട്ടടുത്ത റൂമിൽ കിടന്നിട്ട് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോകാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല, ഒബിസിറ്റി കാരണം കൊണ്ട്. അങ്ങനെ ഒരുപാട് ആളുകള് തന്റെ പണം ഉണ്ടാക്കാൻ വേണ്ടി തന്റെ ആരോഗ്യം മുഴുവനും നശിപ്പിച്ച് ജോലി ചെയ്ത് അവസാന കാലത്ത് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത, പണം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പല ആളുകളും വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. ഒരു 50, 55, 56 വയസ്സാവുമ്പോ പലരും മരിച്ചു പോവാണ് ചെയ്യുന്നത്. അവർക്ക് കോടികൾ ആസ്തിയൊക്കെ ഉണ്ടാവും. അപ്പൊ ധനം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഇന്നത്തെ നിങ്ങളോടുള്ള റിക്വസ്റ്റ്. എന്ത് നേടിയിട്ടും കാര്യമില്ല. നമ്മുടെ ബോഡിക്ക് ഒരു ക്ലോക്ക് ഉണ്ട്. ചില ആൾക്കാർ 11 മണി, എന്നോടൊരു സുഹൃത്ത് ഒരിക്കൽ ചോദിക്കണ്ടായി, നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് പകലിരുന്ന് ഉറങ്ങണമെന്നോ അല്ലെങ്കിൽ രാത്രി കിടന്ന് ഉറങ്ങണമെന്നോ ഒരു നിയമം ഉണ്ടോ എന്നൊക്കെ എന്നോട് ഒരിക്കൽ ചോദിക്കണ്ടായി. എന്റെ മോൻ പഠിക്കുന്ന മുഴുവൻ രാത്രിയാണ്, പകലാണ് അവൻ ഉറങ്ങുന്നതെന്ന്. നമ്മുടെ ബോഡിക്ക് ഒരു ക്ലോക്ക് ഉണ്ട്. എപ്പോഴും ഉറങ്ങണം, എപ്പോഴും ഭക്ഷണം കഴിക്കണം, എപ്പോൾ നമുക്ക് കുളിക്കണം, ഇതിനൊക്കെ ഒരു സമവാക്യം നമ്മുടെ ബോഡിക്കുണ്ട്. ബോഡിക്ക് ഒരു ക്ലോക്ക് ഉണ്ട്. അത് തെറ്റിക്കുമ്പോഴാണ് നമുക്ക് പല അസുഖങ്ങളും വന്നു ചേരുന്നത്. ഇപ്പൊ ക്യാൻസർ എന്ന കോശം നമ്മളെല്ലാവരും ശരീരത്തിലുണ്ട്. കാലത്ത് 4:30 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ബോഡി ആക്റ്റീവാണ്. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കുകളും വളരെ പെട്ടെന്ന് നമ്മൾ തലച്ചോറ് സേവ് ചെയ്യും. എന്നാൽ അത് 8 മണിക്ക് നമ്മൾ എഴുന്നേറ്റാലോ നമുക്ക് അത്രയും സമയം പോയി. പറയും യോഗ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് കാലം ജീവിച്ചിരിക്കാൻ സാധിക്കും എന്ന് പറയുന്നത്. അതിലൊന്നും ഒരു കാര്യമില്ല. 4:30 തുടങ്ങി 8 മണി വരെ കിട്ടുന്ന ആ ആയുസ്സാണ് ഏറ്റവും വലിയ ആയുസ്. അതുപോലെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് സൂര്യൻ നല്ല ഉദിച്ചിരിക്കുന്നത്. ആ സമയത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നല്ല ഹെൽത്തി ആയിട്ട് മാറും. നന്നായിട്ട് ശരീരത്തെ നമ്മുടെ ഫുഡ് നന്നായിട്ട് ദഹിക്കും ആ സമയത്ത്. അത് 4 മണിക്ക് കഴിഞ്ഞാൽ ആ ദഹനം കുറഞ്ഞു വരും. അപ്പൊ ശരീരത്തില് പല പ്രശ്നങ്ങൾ വരും. നമ്മുടെ കോശങ്ങളൊക്കെ ഡെഡായി പോവും. അപ്പോഴാണ് ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ക്യാൻസറസ് കോശം ഉണർന്നെഴുന്നേൽക്കുക.
പക്ഷെ നമ്മുടെ ബോഡിക്കും അതിൻ്റെതായ ഒരു ക്ലോക്ക് ഉണ്ട്. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല ക്ലോക്ക്, നമ്മുടെ ബോഡിക്കും ഉണ്ട് അതിൻ്റെതായ ക്ലോക്ക്. അപ്പൊ നമുക്ക് ഒരു പ്രത്യേക ഒരു ഇതിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ജീവിതത്തില് നമുക്ക് നമ്മുടെ ശരീരത്തിനാണ്, നമ്മുടെ ആരോഗ്യത്തിനാണ് ഏറ്റവും പ്രാധാന്യം. നമ്മുടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ജപ്പാൻ. ജപ്പാനിലെ ഒക്കിനാവാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ സ്ഥലത്ത് 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്നാ പറയുന്നത്. അവിടുത്തെ സ്ത്രീകളുടെ മരണനിരക്ക് 87.3 പുരുഷന്മാരുടെ മരണനിരക്ക് 85%. 85 ശതമാനമല്ല, വയസ്സുമാണ്. പക്ഷെ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മരണനിരക്കിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക. അതിന് കാരണം ഇപ്പൊ നിങ്ങളെയും ഒയിനാവോ എന്ന സ്ഥലം 1940 മുതൽ അല്ലെങ്കിൽ 2ാം ലോക മഹായുദ്ധത്തില് ഒരുപാട് നശിച്ചുപോയൊരു പ്രദേശമാണ്. ആ പ്രദേശം ഇപ്പൊ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ ഏറ്റവും കൂടുതൽ മരണനിരക്ക് കുറഞ്ഞ ഒരു പ്രദേശമാണ് ഒകിനാവ. കാരണം അവരുടെ ഭക്ഷണ രീതിയാണ്, അവരുടെ ആരോഗ്യമാണ്, അവരുടെ നടപ്പാണ്, അവരുടെ ജീവിത സ്റ്റൈലാണ്. ഒകിനാവിലെ ആൾക്കാര് ഒരു പ്രത്യേക തരത്തിലുള്ള ഭക്ഷണ രീതിയാണ് അവർ അനുവർത്തിക്കുന്നത്. അതായത് ഹാര ഹാച്ചി ബു, അതായത് ഭക്ഷണം 80% വരെ കഴിക്കുള്ളൂ. 80% നമ്മൾ വയറ് നിറച്ച്, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭക്ഷണശാലയിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറ് നിറച്ച്, നമ്മുടെ പാരന്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് വയറ് നിറച്ച് ആഹാരം കഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വയറ് പൊട്ടുന്ന പോലെ നമ്മൾ കഴിക്കുന്ന ആൾക്കാരാണ് കേരളീയര്. ചോറില്ലാതെ നമുക്ക് ജീവിക്കാനേ പറ്റില്ല. എന്നാൽ ഈ ജപ്പാനിലെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് അവർ 80% ഭക്ഷണം കഴിക്കുള്ളൂ. 20% അവർ മാറ്റിയിടും വയറ്. കാരണം അതായത് അതെന്താണ് 80%? നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നാണ് കുറച്ചും കൂടി വേണം. ആ കുറച്ചും കൂടി വേണമാണ് 20%. അതവർ പിന്നെ കഴിക്കില്ല, അവിടെ ചെന്ന് നിർത്തും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ, ഈ ജപ്പാനിലെ ആളുകളുടെ ജീവിത സ്റ്റൈല്, അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്. അതുപോലെ അവർക്ക് ഉപയോഗിക്കുന്ന വേറൊരു കാര്യമാണ്, അവര് ഈ മഴവിൽ ഭക്ഷണമായിരിക്കും. അവര് മഴവിൽ ഭക്ഷണം, അതിന് അവർ മേശപ്പുറത്ത് പല നിറത്തിലുള്ള ഭക്ഷണ സാധനങ്ങളുണ്ടാവും. നമ്മളെപ്പോഴും വൈറ്റ് കളർ മാത്രമേ കഴിക്കുള്ളൂ. അതായത് വൈറ്റ് പഞ്ചസാര, വൈറ്റ് ചോറ്, അതുപോലെ വൈറ്റ് പാല്, അങ്ങനെ നമ്മൾ വൈറ്റ് മാത്രം കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണ് കേരളീയർ. എന്നാൽ അതിലൊക്കെ പോയിസൺ ആണ്. അതായത് നമ്മുടെ വൈറ്റ് ചോറിൽ ഉള്ള ആ ഒരു തവിട് നമ്മളത് ചീമ്പിക്കളഞ്ഞിട്ട് കഴിച്ചിട്ട് കാര്യമില്ല എന്നാ പറയുന്നത്. അതൊക്കെ മെഡിസിൻ വാല്യൂ ഉള്ളതാണ്. നമ്മൾ എന്ത് കഴിക്കുമ്പോഴും മമ്മൂട്ടി പറയില്ലേ, എല്ലാം കഴിക്കണം, പക്ഷെ എത്ര കഴിക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ പാല്, അതായത് മനുഷ്യൻ മാത്രമേ മറ്റു ജീവികളുടെ പാല് കുടിക്കുന്ന ഒരു ജീവിയുള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ പശുവിന്റെ പാലെന്നൊക്കെ പറഞ്ഞാൽ എല്ലാം കെമിക്കലാണെന്ന് നമുക്കറിയാം. അതുപോലെ നമ്മുടെ പഞ്ചസാര ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ പല അസുഖങ്ങളും മാറുമെന്നാണ് പുതിയ കണ്ടെത്തൽ. എന്നാൽ ജപ്പാനുകാർ ഉപയോഗിക്കുന്നത് അവര് റെയിൻബോ ഡയറ്റ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അവരുടെ മേശപ്പുറത്ത് പലതരത്തിലുള്ള പല നിറത്തിലുള്ള പച്ചക്കറികൾ കൊണ്ട് അവര് അലങ്കരിച്ച് അതിന്റെ മുന്നിലിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. റെയിൻബോ ഭക്ഷണ രീതി. ഇത് പൈനാപ്പിള്, അതല്ല പച്ച ഇലകള്, ചുവപ്പ് ഭക്ഷണ രീതികൾ, അതായത് ചുമന്ന പല തക്കാളിയൊക്കെ അവര് വളരെ പച്ചക്ക് തിന്നുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണ രീതിയാണ് ജപ്പാനിലെ ആളുകൾ അനുവർത്തിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഗ്രാമങ്ങളിലും എല്ലായിടത്തും ഒരുപാട് 100 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ വരെയൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്. അതിന് കാരണം അവർ അനുവർത്തിക്കുന്ന ഭക്ഷണ രീതിയാണ്. അപ്പൊ നമുക്ക് ആ ഒരു രീതിയിലേക്ക് നമുക്ക് പോയാലോ? ഞാൻ ഇത്ര നേരം പറഞ്ഞത് നമുക്ക് എങ്ങനെ ഒരു നല്ല ഭക്ഷണ രീതി അനുവർത്തിക്കാം. കിട്ടുന്നതൊക്കെ വാരിക്കഴിക്കുന്ന ഒരു വേസ്റ്റ് പിന്നെ നമ്മുടെ വയറാക്കരുത് നമ്മൾ, അല്ലെ? ചില ആൾക്കാർ നടന്നു വരുമ്പോ ഞാൻ ആരും ഇതാക്കി പറയുന്നല്ലോ കേട്ടോ, എന്റെ വിഷമം കൊണ്ട് പറയാണ്, നമ്മുടെ വയർ ആദ്യം വരില്ല. നമ്മുടെ വയറൊരിക്കലും നമ്മുടെ വേസ്റ്റ് ബിന്നല്ല. പ്രത്യേകിച്ച് ലേഡീസൊക്കെ എന്താ ചെയ്യുന്ന വെച്ചാൽ വീട്ടിൽ വരുന്ന എല്ലാ ബാലൻസ് സാധനങ്ങളും അവരവരുടെ, അതായത് മക്കളുടെ ബാക്കിയും ഹസ്ബൻഡിന്റെ ബാക്കിയും അവർക്ക് വേണ്ടിയിട്ട് ഒരു ഭക്ഷണം പോലും അവരുണ്ടാക്കില്ല. അവർക്ക് പല അമ്മമാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും എന്താണ് ഇഷ്ടഭക്ഷണം എന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടഭക്ഷണമൊന്നുമില്ല, എന്റെ ഭർത്താവിന് എന്താണ് ഇഷ്ടം, എന്റെ മക്കൾക്ക് എന്താണ് ഇഷ്ടം, മൂത്ത മോൻ എന്താ ഇഷ്ടം, ഇളയ മോൻ എന്താണ് ഇഷ്ടം എന്നുള്ളത് കൃത്യമായിട്ട് അവർക്കറിയാം. പക്ഷെ അവർക്ക് അവരുടെ ഇഷ്ടങ്ങൾ അറിയില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ ഭക്ഷണവും വാരിക്കഴിക്കുന്ന ഒരു സമൂഹമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ.
അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ നമുക്ക് വയറ് വലുതാക്കല്ല നമ്മുടെ ലക്ഷ്യം. നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ശരീരത്തിന് പോഷകങ്ങൾ തരുന്ന ആഹാര രീതി പിന്തുടർന്നാൽ അത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം മതി, അല്ലെ? നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലേക്ക്, അതായത് നമ്മുടെ NH ഇറങ്ങിക്കഴിഞ്ഞാൽ 7 മണിക്ക് ശേഷമാണ് നമ്മുടെ ഫുഡ് സ്റ്റോളുകൾ തുറക്കുന്നത്. നമ്മുടെ ആചാര്യന്മാര് പറയുന്നത് 6:30 ശേഷം, ഇപ്പൊ ആ ഇതില് നേരത്തെ അക്ഷയ് കുമാറിന്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായി, 6:30 ശേഷം ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ശരീരം ഉറങ്ങാനുള്ള തയ്യാറെടുപ്പാ. ആ സമയത്ത് പോയി കുളിക്കാതെ ആ സമയത്ത് പോയി നമ്മുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരം ആഗിരണം ചെയ്യില്ല. അത് പിറ്റേത്തെ ഗ്യാസ് ഫോം ചെയ്യും, നമ്മുടെ പല സെൽസും വർക്ക് ചെയ്യാതെയാവും. അങ്ങനെയാണ് നമുക്ക് പല അസുഖങ്ങളും വന്ന് മാറുന്നത്. കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ആളുകൾ ഈ മരണത്തിന് കാരണമാകുന്നതിന് ഒറ്റ കാരണം പലരും പറയുന്നത് കോവിഡിന്റെ ഇഞ്ചക്ഷൻ ആണ്, കോവിഡിന് വാക്സിനേഷൻ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്ന വ്യത്യാസങ്ങളാണ്. നമ്മൾ ഒരുപാട്, അതായത് ഈ കോഴിയൊക്കെ നമ്മുടെ പല രീതിയിൽ കരിച്ചൊക്കെ കഴിക്കുന്നതിന്റെ ഒരു വലിയ ഫലമാണ്. പിന്നെ വേറൊരു, ഞങ്ങളൊരിക്കൽ ഒരു സംഘം ക്യാൻസർ രോഗികൾ നടത്തിയ ഒരു ക്യാമ്പയിന്റെ അടിസ്ഥാനത്തില് അവര് സ്ട്രെസ് ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ഏറ്റവും, അതായത് ക്യാൻസറിനേക്കാൾ ഏറ്റവും കൂടുതലുള്ളത് ഈ ലോകത്ത് സ്ട്രെസ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ അതിൽ നിന്നും ഈ അസുഖങ്ങൾ വരാം. അപ്പൊ നമ്മുടെ തീന്മേശകളിൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡിനേക്കാൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള, നമ്മുടെ ശരീരത്തിന് വേണ്ടിയുള്ള ഭക്ഷണ രീതി അനുവർത്തിക്കണം എന്നാണ് നമ്മള് കണ്ടത്. അതിലേക്ക് പോകേണ്ട സമയം കഴിഞ്ഞു. കാരണം നമ്മൾ പറയും നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നന്നായി ആഹാരം കഴിച്ചിരുന്നു, പക്ഷെ അവർക്ക് പണി ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തില് അവർ അതിനു വേണ്ടിയിട്ട് അധ്വാനിച്ചിരുന്നു. നമ്മളിപ്പോ കസേരയിൽ ഇരുന്നിട്ട് പലതരത്തിലുള്ള ആഹാരം കഴിച്ച് ശരീരത്തിന് യാതൊരു എക്സസൈസും കൊടുത്തില്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യമില്ല. അപ്പൊ ഇന്നു മുതൽ എന്റെ എല്ലാവരോടുള്ള, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടുള്ള എന്റെ വലിയ റിക്വസ്റ്റ് ആണ്, നമുക്ക് ഒരുപാട് കാലം ജീവിച്ചിരിക്കാം രോഗമില്ലാതെ. ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എന്നോട് പ്രഷർ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് പ്രഷർ ഇല്ല, എനിക്ക് ഷുഗർ ഇല്ല. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയും, എനിക്ക് പ്രഷറും ഇല്ല, ഷുഗറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല, ഒന്നുമില്ല. അത് നമ്മുടെ ശരീരത്തെ നമ്മളാണ് നോക്കേണ്ടത്. നമ്മുടെ ഭഗവാൻ നമ്മുടെ ശരീരം സൃഷ്ടിക്കുന്ന ഒരു ക്ഷേത്രം പോലെയാണ്. ആ ക്ഷേത്രത്തെ നമ്മള് പരിരക്ഷിക്കേണ്ടതാണ്. അതിനെ നമ്മൾ നശിപ്പിച്ചു കളയരുത്. നമ്മുടെ ശരീരത്തെ നമ്മൾ ദൈവികമായി സൂക്ഷിക്കണം. അതിലേക്ക് ആവശ്യമില്ലാതെ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. ചില ആൾക്കാരെ കാറ് മേടിക്കുമ്പോൾ എന്തൊരു തൊട്ടച്ച് മീനിക്ക് ആവശ്യമുള്ള ഇന്ധനം മാത്രം നിറച്ചു കൊടുക്കും. അതിനകത്ത് കൊണ്ടുപോയിട്ട് ഞാനൊക്കെ എന്റെ വണ്ടിയിൽ ഞാൻ ഏറ്റവും നല്ല പെട്രോൾ പമ്പിൽ കൊണ്ടുപോയി പെട്രോൾ അടിപ്പിക്കുള്ളൂ. അതുപോലെ നമ്മുടെ ശരീരം കണ്ണിക്കണ്ട സാധനമൊക്കെ കൊണ്ട് നിറയ്ക്കേണ്ട സാധനമല്ല നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായത് മാത്രം കൊടുക്കുക, ആവശ്യമില്ലാത്തതൊക്കെ കളയുക. ആവശ്യമില്ലാത്തത് നമുക്ക് ആവശ്യമില്ലാത്തത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ആ ഉപയോഗിക്കുന്ന സാധനം വേറൊരുത്തിൻ്റെതാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ശരീരത്തെ നമുക്ക് പരിരക്ഷിക്കാം, നല്ല ആരോഗ്യമുള്ള ശരീരമാക്കി നമുക്ക് മാറ്റാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ആരോഗ്യത്തിന്റെ അത് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ചില ആൾക്കാർക്ക് സ്റ്റാർട്ടിങ് മാത്രമേ ഉണ്ടാവുള്ളൂ, എൻഡിങ് ഉണ്ടാവില്ല. കാലത്ത് എഴുന്നേൽക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ്. ചില ആൾക്കാർ ഡയറ്റാണ്, എല്ലാം വർജിക്കും അവര്, ഒന്നുമില്ല. എന്നിട്ട് പെട്ടെന്ന് ശരീരത്തിലെ പോഷകാംശമൊക്കെ ഇല്ലാതായി മരണത്തിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ള ആഹാരം നമ്മുടെ ശരീരത്തിന് കൊടുത്തിരിക്കണം. ഓക്കെ. അതുപോലെ നമ്മുടെ നാടിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഭക്ഷണം. നമുക്ക് നമ്മുടെ ചക്കയും മാങ്ങയൊന്നും നമ്മുടെ നാടിന് നമുക്ക് വേണ്ട, നമുക്കിവിടെ ഫ്രൂട്ട്സ് ഒന്നും നമുക്ക് ഇഷ്ടമല്ല. നമ്മുടെ നാട്ടിലുണ്ടാവുന്ന നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ആഹാരങ്ങളാണ്, നമ്മൾ അതൊന്നല്ല കഴിക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം, നല്ല ഫുഡ് കൊടുത്ത് നമ്മുടെ ശരീരത്തെ വളർത്താം. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഭക്ഷണം ഇട്ട് കൊടുത്ത് നമ്മുടെ ശരീരത്തെ വളർത്തിയിട്ട് ഒരു കാര്യമില്ല. ഇനി നമുക്ക് ഈ ചില ആളുകൾ കസേരയിൽ നിന്ന് എഴുന്നേൽക്കില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ കസേരയിൽ നിന്ന് എഴുന്നേൽക്ക്. കസേരയ്ക്ക് ഞാനൊരിക്കലും ഒരു മരണം കാണാൻ പോകണ്ടായി. ആ മരണത്തും കഴിഞ്ഞപ്പോ അങ്ങേര് ഈ കസേരയിൽ നിന്ന മരിച്ചത്. ആ കസേരയിൽ നിന്ന മനുഷ്യനെ ആ നിലത്ത് കടത്തിയിട്ട് ശരീരം നിവരുന്നില്ല. ആ ശരീരത്തെ ചവിട്ടി നിരത്തി കിടത്തി. നമ്മുടെ ശരീരം അങ്ങനെ ആക്കേണ്ട അവസ്ഥ നിങ്ങൾ വരുത്തരുത്. ഒരു ദിവസം കുറച്ചു നേരം കസേരയിൽ ഇരുന്നാൽ
ഉള്ള അവസ്ഥ ഞാൻ പറയും. 20 മിനിറ്റ് നിങ്ങളൊരു കസേരയിൽ ഇരുന്നാൽ നിങ്ങളുടെ 90% മെറ്റബോളിസം കുറയും. നിങ്ങൾക്കറിയാം, മെറ്റബോളിസം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടും. അതുപോലെ തന്നെ നമ്മുടെ 20% നല്ല കൊളസ്ട്രോളിന്റെ അളവ് താഴും. ചീത്ത കൊളസ്ട്രോള് മേലോട്ട് വരും. എന്നാൽ ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ട്. ഒരു 5 മിനിറ്റ് എഴുന്നേറ്റ് നിന്നാൽ മതി. നിങ്ങൾ ജോലി സ്ഥലത്ത് പോകുമ്പോ ഈ കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ ഇരിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ രോഗം വരുന്നത് എനിക്ക് തോന്നുന്നു IT ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർക്കാന്ന് തോന്നുന്നു. അവര് ഇടയ്ക്ക് ഒന്ന് എഴുന്നേറ്റിരിക്കുക, എഴുന്നേറ്റ് നടക്കുക, ഒന്ന് കൈകാലമൊക്കെ ഉയർത്തുക. ജപ്പാനിലെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു എക്സസൈസ് ആണ് ഒക്കിനാവ എക്സസൈസ്. ഒക്കിനാവ എക്സസൈസ് നമ്മുടെ ജിമ്മിന്റെ പോലെയൊന്നുമല്ല. അത് കൈകാലുകളൊന്ന് ചലിപ്പിച്ചാൽ മതി. നമ്മളിങ്ങനെ ഒരുപാട് ഇപ്പൊ ഈ യോഗയിലൊക്കെ പറയുന്നുണ്ട് സൂക്ഷ്മ വ്യായാമം. ഞാൻ ആദ്യം പറഞ്ഞു, വലിയ സൂര്യ നമസ്കാരം ചെയ്യണമെന്നൊന്നുമില്ല. ചെറുതായിട്ട് കൈകളാക്കി കൈകാലൊക്കെ അനക്കിയില്ലെങ്കിലോ ശരീരത്തിന്റെ ഒരു ഭാഗത്തേക്കും ബ്ലഡ് എത്തില്ല. അതാണ് വാദം എന്ന് പറയുന്നത്. ശരീരത്തിന് നമുക്ക് അനക്കം ഉണ്ടാവില്ല. എല്ലായിടത്തും വേദന, ബ്ലഡ് എത്താത്തടത്തൊക്കെ വേദന നമുക്ക് ഉണ്ടാവും. അതിന് മുട്ടുവേദന, നടുവേദന എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, അത് എന്താണ് ഈ ഒക്കിനാവ എക്സസൈസ് എന്ന് പറഞ്ഞാൽ? ഈ ഒക്കിനാവ എക്സസൈസ് എന്താണ് ഒന്ന് ജസ്റ്റ് ഞാൻ കാണിക്കാം. നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അതെന്താണെന്ന് കണ്ടുപിടിക്കണേ. 大きく背伸びの運動。はい。1、2、3、4、5、6。手足の運動。1、2、3、4、5、6、7、8。1、2、3、4、5、6。腕を回します。足を横に出して胸の運動。8、1、2、3、4、5、6。ഒക്കിനാവ എക്സസൈസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്ന ഒരു സാധനമാണ്. കിടന്നുകൊണ്ട് ചെയ്യാവുന്ന സാധനമാണ്. നമുക്കിത് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം തന്നെ പോയി നമ്മുടെ ജിമ്മിൽ കയറി കുറെ കാര്യങ്ങൾ ചെയ്യണം എന്നല്ല പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ എവിടെ ഇരിക്കണമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണത്. നമുക്ക് യൂട്യൂബിലൊക്കെ ഇതിന്റെ ലിങ്ക് കിട്ടും. നിങ്ങളത് ചെയ്യണം. ഓക്കെ, എല്ലാവരും ഈ ക്ലാസ്സിൽ വന്ന എല്ലാവരും എക്സസൈസ് ചെയ്യണം. അതിന്റെ പ്രാധാന്യം അറിയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്റെ കാല് ഫ്രാക്ചർ ആയിട്ട് ഞാൻ കുറെ കാലം ഇങ്ങനെ കാല് ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് കിടന്നായിരുന്നു. എന്റെ ശരീരത്തിന്റെ മസിൽസ് ഒക്കെ വീക്കായി എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എല്ലാ ദിവസവും എന്തെങ്കിലും ചെറിയൊരു എക്സസൈസ്, അതായത് ഇവിടെ അടുത്ത് ഒരു ഓപ്പൺ ജിം ഉണ്ട്, അവിടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഇൻസ്ട്രുമെന്റ് അവിടെ ഉള്ളൂ. ഞാൻ അവിടെ പോയിട്ട് ചെറുതായിട്ട് ഞാൻ ചെയ്യും. എനിക്കിപ്പോൾ അതുകൊണ്ട് എന്റെ കാലിന്റെ ആ മസിലൊക്കെ നല്ല ടൈറ്റായി. ഇനി എനിക്ക് യോഗ ചെയ്യാം. ഞാൻ യോഗ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ എല്ലാവരും ചെറിയ ചെറിയ എക്സസൈസ് നമ്മൾ യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്താൽ ജപ്പാനുകാർ ചെയ്യുന്ന പലതരത്തിലുള്ള എക്സസൈസ് ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ എക്സസൈസ് അതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വളരെ സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് യോഗ. യോഗ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വളർന്ന് ജപ്പാനുകാർ വളർത്തിയെടുക്കുന്ന, അല്ലെങ്കിൽ അമേരിക്കക്കാര് അല്ലെങ്കിൽ ഇംഗ്ലണ്ടുകാർ വളർത്തിയെടുക്കുന്ന ഒരു സിസ്റ്റമാണ് യോഗ എന്ന് പറയുന്നത്. യോഗ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് കുറച്ച് ബ്രീത്ത് എടുക്കുക, കുറച്ച് ശരീരം ഒന്ന് അനക്കമൊക്കെ ചെയ്യേണ്ട ഒരു ചെറിയ കാര്യം മാത്രമാണ്. പക്ഷെ അതിന് നമുക്ക് വിശ്വാസമില്ല. നമുക്ക് അത് വേണ്ട. നമ്മുടെ ബോഡിക്കും നമ്മുടെ മൈൻഡിനും നമ്മുടെ എല്ലാ അവസ്ഥയ്ക്കും മാറ്റം വരുത്താൻ പറ്റുന്ന വലിയൊരു ഒരു കാര്യമാണ് യോഗ. ജപ്പാൻകാർ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. ഞാൻ ജപ്പാൻകാരെന്ന് എപ്പോഴും പറയുന്ന ജപ്പാനിലെ ആൾക്കാരാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ. നേരത്തെ ഞാൻ വീഡിയോ ഇട്ടെന്ന് കണ്ടില്ലേ? ആ വീഡിയോയിലെ അവരുടെ ശരീരം കണ്ടോ? അത് ഞാൻ 2-3 ദിവസമായിട്ട് അവരുടെ വീഡിയോസ് ഒക്കെ ഒന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും നല്ല പ്രായമായ ആൾക്കാരൊക്കെ ഹോട്ടലിന് എത്ര മനോഹരമായിട്ട് അവർ വർക്ക് ചെയ്യണമെന്നറിയോ? യാതൊരുവിധ സ്ട്രെസ്സും ഇല്ലാതെ. അപ്പൊ യോഗ നമ്മുടെയാണ് യോഗ, പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല മാത്രം. അത് ആരുടെ സ്വന്തമല്ല, അത് കേരളത്തിന്റെ ഇന്ത്യയുടേതാണത്. കേരളീയർക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മളത് ചെയ്യുന്ന നമ്മുടെ ശരീരത്തെ നല്ല ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു കണ്ടുപിടുത്തമാണ് യോഗ എന്ന് പറയുന്നത്. യോഗ എന്ന് പറയുന്നത് നമ്മള് പണ്ട് നില ഒഴുകാനായിട്ട് കാളയെ പൂട്ടില്ലേ, അതിനൊരു നുകം എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ 2 കാളകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം. ആ നുകം കെട്ടിവെക്കുന്നത് പോലെ, 2 കാളകളെ കെട്ടിവെക്കുന്നത് പോലെയാണ് ഈ യോഗ എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ബന്ധിക്കുന്ന ഒരു നുകം പോലെയാണ് നമ്മുടെ
ശരി, അതായത് നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സിങ്ങനെ പാഞ്ഞു പോകുന്ന സമയത്ത്, നമ്മുടെ കുരങ്ങനെ പോലെ കളിക്കുന്ന സമയത്ത് അതിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു മാർഗമാണ് യോഗ. മനസ്സ് അത് നമ്മള് എക്സസൈസ് ചെയ്യുക, നമ്മുടെ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തുക, ഭക്ഷണം നമുക്ക് ആവശ്യമായത് കഴിക്കുക, ആവശ്യമില്ലാത്തത് വർജിക്കുക. എന്ന് പറഞ്ഞു നമുക്ക് വിവിധ തരത്തിലുള്ള ഇലക്കറികളൊക്കെ യൂസ് ചെയ്യാം, നമ്മുടെ മാംസാഹാരം നമുക്ക് ഉൾപ്പെടുത്താം. പക്ഷെ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായത് മാത്രം കൊടുത്തിട്ട് നമ്മുടെ ശരീരത്തെ വളർത്താതെ നമുക്ക് നമുക്ക് പ്രവൃത്തി ചെയ്യാനുള്ള ആരോഗ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ഫുഡ് കഴിച്ച് നമ്മുടെ ശരീരത്തെ നമുക്ക് കൊണ്ടുപോകാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുമ്പോ ഞാൻ ചോദിക്കും എത്ര പേരുടെ അസുഖം കുറഞ്ഞു എന്ന്. നമുക്ക് പ്രത്യേകിച്ച് എന്റെ പല ഫ്രണ്ട്സിനും യൂട്രസ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. കാരണം വെച്ചാൽ നമ്മൾ നിലത്തിരിക്കുന്നില്ല. നിലത്തിരുന്നാലുള്ള ഗുണം വളരെ വലുതാണ്. നിലത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ അടിഭാഗം നല്ല ടൈറ്റാവും. നമ്മൾ കസേരയിൽ ഇരുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും കിട്ടുന്നില്ല. അപ്പൊ അതിനൊക്കെ ഏറ്റവും നല്ലതാണ് ആവശ്യമായ ഫുഡ് മാത്രം കഴിക്കുക എന്നുള്ളത്. ശരീരത്തിന് ആവശ്യമായത് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ നമ്മൾ എക്സസൈസ് ചെയ്യുക. നിങ്ങൾ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുക. ഇപ്പോ ഈ ജപ്പാനിലേക്ക് ആൾക്കാര് ഞാൻ വായിച്ചതനുസരിച്ച് അവർക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒക്കിനാവ എന്ന സ്ഥലത്ത് അവിടെയുള്ള ആൾക്കാര് 1940 അത് 2ാം ലോക മഹായുദ്ധത്തിൽ എല്ലാം നശിച്ചുപോയ പ്രദേശമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ആയുരാരോഗ്യത്തോടു കൂടി ജീവിച്ചിരിക്കുന്ന ആൾക്കാർ കൂടുതൽ അവിടെയാണ്. ഏറ്റവും നല്ല പ്രദേശമാണ്. ഞാൻ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ അവസാനം ഒന്ന് കാണിച്ചു തരാം. ഏറ്റവും സുന്ദരമായ പ്രദേശം. എന്താ കാരണം എന്ന് വെച്ചാൽ അവരുടെ അവിടെ ട്രെയിൻ സൗകര്യം ഇല്ല. ഈ ട്രെയിൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് അവർ നടന്നാ പോകുന്നത്. അവര് പറയുന്നത് നിങ്ങൾ ജിമ്മിൽ പോവേണ്ട, ഒരു വർക്കൗട്ടും ചെയ്യേണ്ട, നിങ്ങൾ നടക്കൂ എന്ന് പറയാം. കുറച്ച് നടക്കൂ, കസേരയിൽ നിന്ന് എഴുന്നേൽക്കൂ, ഒന്ന് നടക്കൂ, അത്രേ അവർ പറയുന്നുള്ളൂ. ശരീരം വളരെ ലളിതമായി മൂവ്മെന്റ് ചെയ്യിച്ചാൽ മതി എന്ന് പറയുന്നത്. ശരീരത്തിന് ചില ആൾക്കാർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. ശരീരത്തിന് അതിൻ്റെതായ ഒരു ബാലൻസ് ഉണ്ട്. പക്ഷെ അതിനില്ലാതെ നമ്മൾ ചെറിയ ചെറിയ വ്യായാമമൊക്കെ കൊടുത്ത് ശരീരത്തെ നമ്മൾ ഒന്ന് ഉണർത്തിക്കൊണ്ടുവരണം. എല്ലാ ഭാഗവും ഒന്ന് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉള്ളതാക്കി മാറ്റണം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം ശരീരത്തിന്റെ എല്ലാ ഭാഗവും ഒക്കെ ഒന്ന് വർക്ക് ചെയ്യണ്ടോന്ന്. ഇന്ന് തന്നെ ഈ ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് നോക്കണം, അവിടെ കാലിന്റെ വിരലിന്റെ തുമ്പിലൊക്കെ ബ്ലഡ് വരുന്നുണ്ടോന്ന്. ബ്ലഡ് അവിടെയൊക്കെ എത്തിയിട്ടുണ്ടാവില്ല ചിലവരൊക്കെ വരല. ഞാനിപ്പോ യോഗ ഇൻസ്ട്രക്ടറാണ്. ഞാൻ യോഗ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഞാൻ ഓരോ വിരല് പിടിച്ചു നോക്കും, എല്ലാവരുടെയും കാലിന്റെ വിരല്. അവിടെയൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കുകയായിരിക്കും. കാരണം എന്താണ്, അവിടുത്തെ ബ്ലഡൊക്കെ ക്ലോട്ടായി ആ സാധനം വർക്ക് ചെയ്യാതെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും. വിരലൊക്കെ ഒന്ന് പിടിച്ചു നോക്കണേ, ഇവിടേക്കൊക്കെ ബ്ലഡ് വരുന്നുണ്ടോന്നും. ഇത് കഴിഞ്ഞു കഴിയുമ്പോ ഒന്നുമില്ല, ഒന്ന് മുകളിലേക്ക് ഒന്ന് ചാടിയാൽ മതി, ഒന്ന് കൈകാലുകളൊന്ന് അനക്കിയാൽ മതി, ഓക്കെ ആവും. ഒന്നും അല്ലാതെ ആയിട്ടില്ല. നമുക്ക് ഇന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഇന്ന് നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. എത്ര വർഷം വേണമെങ്കിലും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ജീവിച്ചിരിക്കാനായിട്ട് പറ്റും. എത്ര വർഷം വേണം, പക്ഷെ അത് നമ്മുടെ കയ്യിലാണ്. ഞാനിതൊരു നമ്മള് ശരീരത്തിന്റെ കാര്യം കഴിഞ്ഞു. നമുക്കൊരു മനസ്സുണ്ടല്ലോ അല്ലെ, നമ്മുടെ മനസ്സിങ്ങനെ അലഞ്ഞ, മനസ്സിന്റെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. ആരോഗ്യം കഴിഞ്ഞാൽ മനസ്സിന്റെ ആരോഗ്യം. ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രെസ് ഇല്ലാത്ത ആളുകൾ വളരെ കുറവാ. എല്ലാവർക്കും സ്ട്രെസ്സാ. എൻ്റെ ഒരു ഫ്രണ്ട്, അവൾക്ക് ഇപ്പോഴും സ്ട്രെസ്സാ. ഇടയ്ക്കിടയ്ക്ക് ഞാനും അവളോട് കടയിൽ പോകും. അപ്പൊ ഞാൻ ചോദിക്കും ഇന്നത്തെ സ്ട്രെസ് എന്താണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു മസാല വെച്ച് ദോശ കഴിക്കാനൊരു കടയിൽ കയറി. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആ പുള്ളിക്കാരി വളരെ മുഖമല്ലാണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു ഇന്നെന്താ പ്രശ്നം. ഈ മസാല ദോശയ്ക്ക് കിട്ടിയ വട ഫ്രീ ആണോ അല്ലയോ, അതാണ് സ്ട്രെസ്. നമ്മളില്ലാത്ത കാര്യത്തിനൊക്കെ സ്ട്രെസ് ആക്കും നമ്മൾ. അപ്പൊ ഞാൻ പറഞ്ഞു വട പൈസ കൊടുക്കാൻ ഇല്ല എങ്കിൽ അയാളോട് ചോദിക്കുക, എനിക്ക് വട വേണ്ടെന്ന് പറയാ, അവിടെ കഴിഞ്ഞില്ലേ. ചില ആൾക്ക് നമ്മുടെ കുതിരയ്ക്ക് ഒരു 2 സൈഡിൽ സാധനം വെച്ചിട്ടുണ്ടാവുമല്ലോ, അതുപോലെ ആയിരിക്കണം നമ്മൾ കാണേണ്ടത് മാത്രം കാണാം, കേൾക്കേണ്ടത് മാത്രം കാണാം, കേൾക്കുക, പറയേണ്ടത് മാത്രം പറയാ. ഒരു സ്ട്രെസ്സും ഉണ്ടാവില്ല. എല്ലാത്തിനും കയറി ഇടപെടുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക. എല്ലാവർക്കും BP ആണല്ലോ. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഫ്രണ്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് നേരത്തേക്ക് വീണു. അപ്പൊ തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. BP ഹൈ ആണ്, എല്ലാം നോക്കി, എല്ലാ ടെസ്റ്റും നടത്തി. കാരണം എന്താ, ആള് മിണ്ടുമ്പോൾ സ്ട്രെസ്, ഇതാ ബഹളാണ്. ബുദ്ധന്റെ ഒരു കഥയില്ലേ, ബുദ്ധൻ ഒരു ശിഷ്യനുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റ് ആയിട്ട് ചെയ്യും, പക്ഷെ ഭയങ്കര ദേഷ്യ. ബുദ്ധൻ അവനെ ഒരു തടാകത്തിന്റെ കരയിൽ കൊണ്ടുപോയി, എന്നിട്ടൊരു കല്ലിട്ടു. അപ്പൊ കല്ലിന് ഓളങ്ങൾ ഉണ്ടായി. അപ്പൊ ചോദിച്ചു എന്ത് വ്യത്യാസം ഉണ്ടായി എന്ന്. അപ്പൊ പറഞ്ഞു ഈ കുളം ഒന്ന് അനങ്ങിന്ന്. കുളം അനങ്ങി, കല്ല് വീഴും, പക്ഷെ കുളം അനങ്ങാതെ അനങ്ങിയാലും ശാന്തമായിരിക്കാനുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കണം എന്നാണ് ബുദ്ധൻ പറഞ്ഞു കൊടുത്തത്. നമ്മുടെ മനസ്സ് ഒരു കുളം പോലെയാണ്.
അത് കലക്കാതെ നോക്കുന്നത് നമ്മുടെ ബാധ്യതയാണ്. പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതായത് ഒരു ഗ്രീക്ക് ചിന്തകനാണ്, അദ്ദേഹത്തിന്റെ ഒരു ചിന്താഗതിയാണ് കൺട്രോൾ അവർ മൈൻഡ്. സ്റ്റോയിസം എന്ന് പറയുന്നത്. സ്റ്റോയിസം യൂട്യൂബിൽ അടിച്ചു കൊടുത്തത് സ്റ്റോയിസം. നിങ്ങൾ അതൊക്കെ ഒന്ന് ഇന്ന് എന്റെ ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് അത് വാച്ച് ചെയ്യണേ. എന്താണ് സ്റ്റോയിസം? അതായത് മൈൻഡ് യുവർ മൈൻഡ്, അതർവൈസ് യുവർ മൈൻഡ് വിൽ നോട്ട് നെവർ മൈൻഡ് യു. നമ്മുടെ മൈൻഡിനെ ഒന്നെങ്കിലും നമ്മൾ മൈൻഡ് ചെയ്യണേ. നമ്മുടെ മൈൻഡിലേക്ക് ഒന്ന് ചെവി ഓർക്കണേ, ഒന്ന് നമ്മളിലേക്ക് ഒന്ന് ചിടക്കി ഒന്ന് ചെന്ന് ചേരണേ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ 2ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാണ്. ഞാൻ ഒരു ലഞ്ച് കഴിക്കുന്ന സമയത്ത് കുട്ടികളുടെ കൂടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ തലച്ചോറിലേക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു ചിന്ത ഒരു കുട്ടി, 2ാം ക്ലാസ്സിലെ കുട്ടി പറഞ്ഞു. അപ്പൊ ഒരാൾ ഭക്ഷണം കഴിക്കാനുള്ള, അപ്പൊ ഞാൻ പറഞ്ഞു മോള് പോയി ഭക്ഷണം കഴിക്കേ. അപ്പൊ അടുത്തിരിക്കുന്ന ആള് പറയാണേ, മാം എനിക്ക് ഇന്ന് സാമ്പാറായിരുന്നു, പക്ഷെ ഞാൻ സാമ്പാർ എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഞാൻ എന്നെ കഴിപ്പിച്ചു എന്ന്. നീ നിന്നെ കഴിപ്പിച്ചോ? അതേ മാം, ഞാൻ ചീത്ത പറഞ്ഞു എന്നെ, ഈ സാമ്പാർ കഴിച്ചില്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മ ഇത്രയും കഷ്ടപ്പെട്ടതാണ്, അമ്മക്ക് വിഷമാവും, അതുകൊണ്ട് നീ കഴിക്കണമെന്ന് ഞാൻ എന്നോട് പറഞ്ഞു എന്ന്. എൻ്റെ അടുത്ത മറ്റേ യൂട്യൂബിലുള്ള വീഡിയോ ഞാൻ ഇറക്കുന്നത് അതിനെ കുറിച്ചായിരിക്കും. നമ്മൾ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മൈൻഡിൽ ഒരുപാട് പ്രശ്നം, നമ്മൾ എന്തിനാണ് എല്ലാ കാര്യങ്ങളിലും ഇടപെടണമെന്ന് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ചിന്താഗതി തന്നെയാണ്. നമ്മൾ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ മനസ്സിനെ ഒരു സ്ഥലത്തിലേക്ക് നിർത്തുക. അതായത് ഈ നമുക്ക് മനസ്സിന്റെ 2 തലങ്ങളാണ് ഉള്ളത്. നോർമൽ, അതായത് ബോധ മനസ്സും ഉപബോധ മനസ്സും, കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ്. നമ്മൾ എന്തിടുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ആണ് ഉണ്ടായി. ആ വീഡിയോയില് മറ്റേ വിരാട് കോഹ്ലിയെ കുറിച്ചിട്ട് ഒരു വീഡിയോ ആണ്. ആ വീഡിയോയില് ഈ പ്ലേ ഗ്രൗണ്ടില് വിരാട് കോഹ്ലി ബബിളിക്കം ചവയ്ക്കുന്നുണ്ട്. ഇന്റർവ്യൂ നടത്തുന്ന ആള് ചോദിക്കുകയാണ്, എന്തിനാണ് ഈ ക്രിക്കറ്റർ ഇത് ചെയ്യുന്നത്, ഈ ബബിളിക്കം ചവയ്ക്കുന്നത്? അപ്പോ അദ്ദേഹം പറഞ്ഞ ഉദാഹരണം ഒരു കാര്യം ഇതാണ്, ഈ ബബിളിക്കം ചെയ്യിക്കുമ്പോൾ മനസ്സ് വിചാരിക്കും എന്തോ കഴിക്കുകയാണ്. ഇത്രമാത്രം നമുക്ക് മനസ്സിനെ നമുക്ക് വിശ്വസിപ്പിക്കാന്നറിയോ? ഞാൻ രോഗിയാണെന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്നെ രോഗിയാക്കി മാറ്റാനുള്ള കഴിവ് എൻ്റെ മനസ്സിനുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോ കണ്ടപ്പോ ഒരു ട്രെയിനർ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പൊറോട്ടയും ബീഫുമാണ്. പൊറോട്ട ഇങ്ങനെ ബീഫ് കറി കിടന്ന് കുതിർന്ന് കഴിഞ്ഞ് വായിലേക്ക് ഇടുന്ന അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് കൊതി വരും. പക്ഷെ ഞാൻ ഹോട്ടലിൽ ചെല്ലുമ്പോ ഈ പൊറോട്ടയും ബീഫും എനിക്ക് കഴിക്കണ്ടെന്ന് ഞാൻ മനസ്സിനോട് പറഞ്ഞാൽ എനിക്ക് എൻ്റെ നാവ് അതിനു വേണ്ടി വായിന്നൊക്കെ വെള്ളം വരും. ഞാനൊന്നും കഴിക്കില്ല. എന്നിട്ട് ഞാൻ കഴിച്ചു കഴിയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇരുന്ന് കഴിച്ചു കഴിയുമ്പോൾ ഞാൻ പറയാം വാവ് വെരി ഗുഡ് എന്ന് ഞാൻ എൻ്റെ മനസ്സിനോട് പറയുന്നത്. നമ്മളെ എങ്ങനെ വേണമെങ്കിലും ആക്കി മാറ്റാനായിട്ട് നമ്മുടെ മനസ്സിന് സാധിക്കും. ഭയങ്കര പവർഫുള്ളാണ്. അതായത് നമ്മുടെ മനസ്സ് ശാന്തമാക്കാനും, അതുപോലെ ഈ മനസ്സിനെ പറയുന്നത് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് മങ്കി മൈൻഡ് എന്നാ പറയുന്നത്. ഒരു മങ്കി ഒത്തിരി മദ്യം കഴിച്ചിട്ട് അവനെ ഒരു തേനീച്ച അല്ലെങ്കിൽ ഒരു വണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവി കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ മങ്കിക്ക്, ആ അവസ്ഥയിലൊക്കെ നമ്മുടെ മനസ്സ് ചില സമയത്ത് ആവാറുണ്ട്. അതിലേക്ക് നമ്മൾ മനസ്സിനെ കൊണ്ടുവരുമെന്നാ പറയുന്നത്. അതിനാണ് സ്ട്രെസ്. ഏറ്റവും കൂടുതൽ ആൾക്കാര്, അതായത് ഞാനൊക്കെ കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തികളാണ്, ഏറ്റവും കൂടുതൽ ക്ലയന്റ് വരുന്നത് നമുക്ക് ഈ സ്ട്രെസ്സുള്ള കുട്ടികളാണ് കൂടുതൽ. ഓക്കെ, ഈ ബുദ്ധിസം പറയുന്നത് അണ്ടർസ്റ്റാൻഡ് യുവർ മൈൻഡ്. എന്താണ് നമ്മുടെ മൈൻഡ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്റ്റോയിസം പറയുന്നത് കൺട്രോൾ യുവർ മൈൻഡ്. രണ്ടും തന്നെ. നമ്മൾ മനസ്സിനെ മനസ്സിലാക്കിയില്ലെങ്കിൽ മനസ്സ് നമ്മള് മനസ്സ് പറയുന്നതനുസരിച്ച് പോകും. നമുക്ക് തോന്നാണ് അങ്ങനെ ചെയ്യണം, അയ്യോ വേണ്ട അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അതായത് മൈൻഡിനെ നമ്മൾ മൈൻഡ് ചെയ്യാതെ ഇരിക്കരുത്. മൈൻഡിനെ നമ്മളെ ഒരു ഫ്രണ്ടാക്കി എടുത്ത് മൈൻഡ് നമ്മളോടൊപ്പം കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല, അല്ലെ? ഇപ്പൊ ഞാൻ അങ്കമാലിയിൽ നിന്ന് തൃശ്ശൂർക്ക് പോകുന്ന സമയത്ത് ഒരാൾ എന്നോട് പറയാണ് എവിടെ ഇറങ്ങാനായിട്ട്, ചാലക്കുടിയിൽ ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചാലക്കുടിയിൽ ഇറങ്ങാൻ പാടില്ല. ഞാൻ എവിടെ, തൃശ്ശൂരാണ് എൻ്റെ ലക്ഷ്യം.
അയാൾ പറയാണ് സീറ്റിൽ അവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോകണം. അതായത് എന്നാലേ എനിക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അതുപോലെയാണ് നമ്മുടെ മൈൻഡും. ആളുകൾ പലതും നമ്മളോട് പറയും, പക്ഷെ നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോയാലേ നമ്മുടെ ലൈഫ് നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ സ്റ്റോയിസം പറയുന്നത് കൺട്രോൾ യുവർ മൈൻഡ്, ബുദ്ധിസം പറയുന്ന അണ്ടർസ്റ്റാൻഡ് യുവർ മൈൻഡ്. നമ്മൾ നമ്മളെ കണ്ടെത്താനുള്ള വലിയൊരു മാർഗമാണ് ധ്യാനം. എത്ര നേരത്ത് കൊണ്ടെത്തിച്ചത് ധ്യാനത്തിലേക്കാണ്. അതായത് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നല്ല, നിങ്ങളിപ്പോ ഞാൻ പോകുന്ന വഴിക്ക് ഒരാള് വണ്ടി ഓടിച്ചിട്ട് പോവാണ് എന്റെ ഫ്രണ്ടില്. അയാൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടില്ല, സൈഡ് റൈറ്റിലേക്ക് തിരിഞ്ഞു. ഞാൻ പെട്ടെന്ന് പോയി ബ്രേക്ക് ഇട്ടു. എനിക്ക് അയാളോട് ചോദിക്കാം എന്താണ് ഇൻഡിക്കേറ്റർ ഇല്ലേ എന്ന്. പക്ഷെ അയാൾ പറയും എനിക്ക് ഇൻഡിക്കേറ്റർ ഇടാനായിട്ട് സൗകര്യമില്ല. പിന്നെ അവിടുത്തെ അല്ലായി. ഇവിടെ ഇയാൾ ചെയ്ത തെറ്റാണ്. അവിടെ സംഭവിച്ചു. അതിനെ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇപ്പൊ ഞാൻ അങ്ങനെ അവിടെ നിന്നിട്ട് പറയാണ് ഇങ്ങനെയൊന്നും ചെയ്താൽ ശരിയല്ല, വണ്ടിക്ക് ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞ് തർക്കിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് അപ്പൊ അങ്ങനെ തിരിച്ചെന്തായാലും നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയും. നമ്മൾ തിരിച്ചങ്ങ് പറയും. നമ്മുടെ മൈൻഡാണ് അവിടെ ഡൗൺ ആയി പോകുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി നമ്മൾ പ്രതികരിക്കേണ്ടേന്ന്. പക്ഷെ പ്രതികരിക്കണം, പക്ഷെ പ്രതികരിക്കേണ്ടവിടത്തേ പ്രതികരിക്കാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് എന്തും നടക്കും, എന്ത് കാര്യങ്ങൾ സംഭവിക്കും, പക്ഷെ നമ്മൾ എങ്ങനെ അതിനെ പ്രതികരിക്കണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഈ ബുദ്ധിസത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഓം മണി പത്മേഹും. അതിന്റെ അർത്ഥം ഇതാണ്. ഓം എന്നത് ഗർവ്, അഹങ്കാരം. എല്ലാവർക്കും ഭയങ്കര അഹങ്കാരം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഞാൻ വളരെ ഹെൽത്തി ആണ്, ഞാൻ ഇന്നതിന്റെ പ്രസിഡന്റ് ആണ്, ഞാൻ വലിയ ആളാണ്. ആ ഗർവ് കൊണ്ട് ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം തകർന്നു അല്ലേ? ആ ഗർവിന്റെ ആവശ്യമില്ല. നമ്മളൊക്കെ മനുഷ്യരാണ്, മനുഷ്യത്വമുള്ള ആൾക്കാരാണ്. ആൾക്കാരോട് ഒത്തിരി മനുഷ്യനെന്ന വാക്കിന് തന്നെ അങ്ങനെയാണുള്ള അർത്ഥം. മനനം ചെയ്യാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ. അപ്പൊ നമ്മൾക്ക് ഗർവിന്റെയോ നമുക്ക് അഹങ്കാരം, നമുക്ക് നമ്മളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അഹങ്കരിക്കുക എന്നുള്ളതല്ല. നമുക്ക് നമ്മളെ മനസ്സിലാക്കാം. അപ്പൊ അഹങ്കാരം ഇല്ലാതെ, മാ എന്ന് വാക്കുന്നതിന് നീതി എന്നർത്ഥം, നീ എന്ന് പറഞ്ഞാൽ സഹന അല്ലെങ്കിൽ പരിശ്രമം എന്നർത്ഥം. അതായത് അജ്ഞാനം, ദുരാഗ്രഹം എന്നിവയിൽ നിന്ന് എന്നെ മാറ്റി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് നമ്മളോട് ബുദ്ധൻ പറയുന്നത്. ഓം മണിപത്മേഹും. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മന്ത്രമാണ്. എല്ലാവരും ധ്യാനിക്കുക. കാലത്ത് എഴുന്നേൽക്കുമ്പോ നമുക്ക് വേണ്ടി നമ്മൾ ധ്യാനിക്കേണ്ട ഒരു അവസ്ഥ വരണം. കുറച്ചു നേരം കണ്ണടച്ചിരിക്കുക, ദീർഘമായ ശ്വാസം എടുക്കുക. ഒറ്റ ശ്വാസം കൊണ്ടുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒറ്റ നമ്മള് പണ്ടൊക്കെ മരണ വീട്ടിൽ പോകുമ്പോ എന്നൊരു കാര്യം കാണിക്കും നമ്മള്. അങ്ങനെ പറയാം ദീർഘനിശ്വാസം ഉണ്ടെന്ന് പറയാം. അതെന്തുവാ സംഭവിച്ചവിടെ? അവിടെ നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ ഓക്സിജൻ കയറ്റിയിരുന്നു, നമ്മുടെ മൈൻഡ് ഒന്ന് കാമാക്കി ശ്വാസം പുറത്തേക്ക് കളഞ്ഞു. അത് തന്നെ. ഇപ്പൊ ദീർഘനിശ്വാസം ഒന്നും ആൾക്കാരൊന്നും ഇല്ല. അതും ഒരു പ്രാണായാമയുടെ ഒരു അവസ്ഥയാണ്. പ്രാണായാമ ചെയ്യാതെ ദീർഘമായി ശ്വാസം എടുക്കുക. ഒരു കണക്കുണ്ട്, അതായത് 4, 8, 16. നമ്മുടെ ശ്വാസം 4 ഇതിലേക്ക് എടുക്കുക, 4 കൗണ്ടിൽ എടുക്കുക, 8 കൗണ്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുക, 60 കൗണ്ട് എടുത്ത് വളരെ സാവകാശം ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് സ്ഥിരം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രശ്നങ്ങളും കടന്നു വരില്ല. ആരംഭിക്കുക. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നു, നല്ല ഫുഡ് കഴിക്കാൻ നോക്കുക. ഇഷ്ടമുള്ള ഫുഡല്ല, നമ്മുടെ ആരോഗ്യത്തിന്. അത് മെറ്റബോളിസം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, മെറ്റബോളിസത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തില് ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അതിനു വേണ്ടിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. കിട്ടിയതൊക്കെ നമ്മൾ പറയില്ലേ, വെട്ടി വിഴുങ്ങുക എന്ന് പറഞ്ഞ പ്രയോഗം നമ്മുടെ നാട്ടിലുണ്ട്. ചിക്കനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കടിക്കുന്നില്ല, നമ്മൾ വിഴുങ്ങാണ് ചെയ്യുന്നത്. നമുക്ക് വിഴുങ്ങുന്ന ഒരു ഇതല്ല നമ്മൾക്കുടെ ശരീരത്തിനുള്ളത്. കിട്ടുന്നതൊക്കെ അങ്ങനെ വെട്ടി ശരീരത്തിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡ് കഴിക്കാം. ചിലർക്കൊക്കെ വൈകുന്നേരം ചായ സ്നാക്സും കഴിച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. നിങ്ങളൊന്ന് ആരംഭിച്ച് നോക്കുക. ഫുഡിലൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്ത് നോക്കുക. എല്ലാം തുടങ്ങാൻ ഞാൻ പറയുന്നില്ല. ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊന്നും ഇടപെടാതെ, ഈ പ്രഷർ തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളെ ശരീരത്തിലേക്ക് കയറ്റാതെ, ഒരു ദേവാലയം പോലെ നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇന്ന് എൻ്റെ ഒരു ക്ലാസ് കൊണ്ട്
നിങ്ങളെയൊക്കെ, അതായത് നിങ്ങളുടെ ആരോഗ്യം വർദ്ധിക്കട്ടെ. ഞാൻ ഇപ്പോഴേ പറയുന്നു, ഞാൻ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കും. ഞാൻ അത്രയും കാലം ഞാൻ വർക്ക് ചെയ്തിരിക്കും. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനാണ് സ്കൂളിലെ പ്രോഗ്രാം ഇൻചാർജ്. ഇന്നലെ രാത്രി വരെ എനിക്ക് അതിന്റെ പരിപാടികൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് വൈകി. അതിനുശേഷം ഞാൻ PPT ഒക്കെ റെഡിയാക്കി, എല്ലാം റെഡിയാക്കി ഞാൻ ഇവിടെ വന്നു. നമ്മൾ എപ്പോഴും നമ്മുടെ ശരീരം അല്ലെ, അലസമായ മനസ്സിലാണ് ഈ ചെകുത്താന്റെ വിളനിലം എന്ന് പറയും. എപ്പോഴും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളൊന്നും ഒന്നും അവസാനിച്ചിട്ടില്ല. ഇന്നാണ് ആരംഭം. ഇന്ന് ഈ ഞായറാഴ്ച, ഈ നവംബർ 30-ാം തീയതി നിങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് ആവട്ടെ. ഇതെന്റെ റിക്വസ്റ്റ് ആണ്. എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക. നല്ല ഭക്ഷണം കഴിക്കുക, നല്ല വായു ശ്വസിക്കുക, നമ്മുടെ നന്നായിട്ട് ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം. ഒരാൾ നമ്മളോട് ഇപ്പൊ ദേഷ്യപ്പെട്ട് നടന്നു പോയാൽ അയാളോടൊന്ന് ചോദിക്കുക, എന്താണ് ഇന്നത്തെ ദേഷ്യത്തിന്റെ കാര്യം. ഞാൻ ചോദിക്കും അങ്ങനെ പോകുന്ന സമയത്ത്, എന്തായിരുന്നു ദേഷ്യപ്പെട്ടു പോകുന്നത്? ആ ചോദിക്കുമ്പോൾ അയാൾക്ക് പറയുന്ന ഒരുപാട് കാര്യം ഉണ്ടാവും. മറ്റുള്ളവരെ കേൾക്കാൻ കൂടിയാണ് നമുക്ക് ഭഗവാൻ കാതുകൾ തന്നിരിക്കുന്നത്. ആൾക്കാർക്ക് നല്ലത് പറയാനാണ് നമുക്ക് നാവുകൾ തന്നെ. ചില ആൾക്കാർ പൊട്ടിത്തെറിച്ച് എന്തൊക്കെയാ പറയണേന്നറിയോ? വാക്കുകൾ നമുക്ക് എന്തും പറയാനുള്ളതല്ല. കൺട്രോൾ യുവർ വേർഡ്സ്, അതുപോലെ കൺട്രോൾ യുവർ തോട്ട്സ്. ഇങ്ങനെ ചിന്തിച്ചാൽ പോസിറ്റീവ് നെഗറ്റീവ്, ആ ഒരു പോസിറ്റീവ് തിങ്ക് വന്നാൽ നമുക്ക് ഗുണം. കുറച്ച് നേരം മെഡിറ്റേഷനിലേക്ക് ഇരിക്കുക. വല്ലവരും ഒന്ന് കണ്ണടയ്ക്കാമോ? കണ്ണടച്ച് ഒന്ന് ദീർഘമായ ശ്വാസം എടുക്കാം. ഒന്ന് കണ്ണടയ്ക്കാമോ? ഇരുന്നിട്ട് ദീർഘമായ ഒന്ന് ശ്വാസം എടുക്കാമോ? ശ്വാസം ഒന്ന് പുറത്തേക്ക് ഇടാമോ? ഒന്നുകൂടെ ഒന്ന് ശ്വാസം എടുക്കോ. ദീർഘമായ ശാന്തമായ ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ നിങ്ങൾ വരട്ടെ. ദീർഘമായി ശ്വാസം എടുത്ത് കൺട്രോൾ ചെയ്ത് ശ്വാസം പുറത്തേക്ക് വിട്ടേ. ഇത് നിങ്ങളുടെ ലൈഫാണ്. ഇത് മറ്റുള്ളവർ മാറ്റേണ്ട ഒന്നല്ല. നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, അല്ല നമ്മുടെ മനസ്സ്, നമ്മുടെ എല്ലാം നമ്മുടേതാണ്. ഒന്ന് ഇരുന്നോടത്തെ ഒന്ന് നട്ടല് നിവർത്തിയിരുന്നേ എല്ലാവരും. നമ്മുടെ മനുഷ്യന് മാത്രമല്ല കേട്ടോ നിവർന്ന നട്ടല്. നമ്മൾ കുനിഞ്ഞടക്കേണ്ട ഒരു ആവശ്യമില്ല. നിവർന്ന് തന്നെ നമുക്ക് നടക്കണം. എല്ലാവരും നട്ടല് നിവർത്തി, തോളുകളൊക്കെ ഒന്ന് ബാക്കിലേക്ക് വലിച്ച് സ്വസ്ഥമായിട്ട് കൈകളില് ചിന്മുദ്ര പിടിച്ച് ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നേ. ദീർഘമായി ശ്വാസം എടുത്തേ. ശ്വാസം വളരെ സാവകാശം പുറത്തേക്ക് വിട്ടേ. ഒന്ന് നിങ്ങളുടെ മൈൻഡിലേക്ക് ഒന്ന് ചിന്തിച്ചേ. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്താണ്? നിങ്ങൾ ഇരിക്കുന്ന അവസ്ഥ എന്താണ്? ഒന്ന് ചിന്തിച്ചേ. ഓരോ ശ്വാസവും നിങ്ങളുടെ മനസ്സിനെ വളരെ ഊർജ്ജസ്വലമാക്കി മാറ്റുന്നത് നിങ്ങൾ തിരിച്ചറിയാം. ഓരോ ശ്വാസവും നിങ്ങളുടെ ശരീരത്തിനെ തണുപ്പിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തെ നല്ല ഊർജ്ജമുള്ളതാക്കി മാറ്റുന്നത് നിങ്ങൾ ഫീൽ ചെയ്യും. ദീർഘമായി ശ്വാസം എടുത്താൽ അത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കടന്നു ചെന്ന് നിങ്ങളെ സംശുദ്ധമാക്കുന്നത് മനസ്സിലാക്കുക. ശ്വാസം വളരെ സാവകാശം പുറത്തേക്ക് വിടുക. നിങ്ങൾ ശ്വാസത്തെ പുറത്തേക്ക് വിടുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലെ, മനസ്സിലെ എല്ലാ ദുഃഖങ്ങളും, എല്ലാ ദുരിതങ്ങളും, എല്ലാ വേദനകളും, എല്ലാ സങ്കടങ്ങളും എല്ലാം പുറത്തേക്ക് പോകുന്നത് തിരിച്ചറിയുക. ഓരോ ശ്വാസവും പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വേദനകളാണ് പുറത്തേക്ക് പോകുന്നത്. ദീർഘമായി ശ്വാസം എടുക്കുക, ശ്വാസം പുറത്തേക്ക് കളയാം. ഓക്കെ, വളരെ സാവകാശം കൈകൾ കണ്ണു തുറന്ന് കൈകൾ കൂട്ടിത്തിരുമ്മി മുഖത്ത് വച്ച് ഒന്ന് കണ്ണു തുറക്കുക. അപ്പൊ ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് മനോജ് സാർ. താങ്ക് യു സോ മച്ച്. ഓ, താങ്ക് യു മാം, താങ്ക് യു ജയശ്രീ മാം. വളരെ സിമ്പിൾ ആണ്, പക്ഷെ പവർഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നത് അല്ലെ. ഇന്നത്തെ മെസ്സേജ് വളരെ ക്ലിയർ ആണ്. സ്മോൾ ഹാബിറ്റ്സ് ക്രിയേറ്റ് ബിഗ് ലാസ്റ്റിംഗ് ചേഞ്ച്. ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ അത് ലാസ്റ്റിംഗ് ചേഞ്ച് ഉണ്ടാക്കുന്ന ഉള്ളൊരു നല്ലൊരു ലെസൺ ആയിരുന്നു ഇന്നത്തത്. ഈവൺ ഇഫ് ഈച്ച് ഓഫ് us pick just one habit from this session and practices it daily, our health and energy will improve. അല്ലെ?
നമ്മളൊരു ചെറിയൊരു മാറ്റം ഓരോ ദിവസം ഉണ്ടാക്കിയാൽ മതി. നമ്മളുടെ എനർജി, നമ്മളുടെ ഹെൽത്ത് എല്ലാം നന്നായിട്ട് മാറുമെന്നുള്ളൊരു നല്ലൊരു സെഷനാണ് ഇന്ന് നമ്മുടെ ജയശ്രീ മാഡം നമുക്ക് തന്നത്. നൗ ദ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആൻഡ് ഫീഡ്ബാക്ക്. ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഉള്ളിൽ ജോലിയിലും ഉണ്ടായിരുന്നു, ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് ഈ കാലഘട്ടത്തിൽ പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിച്ചുകൊണ്ടാണ് എല്ലാവരും ഓടിപ്പാഞ്ഞ് നടക്കുന്നത്. ഞാൻ റെസ്റ്റോറന്റ് ഫീൽഡാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും അത് അതിന്റെ വഴിക്ക് അങ്ങനെ മുന്നോട്ട് പോകും, അത് വേറെ കഥ. പക്ഷെ എല്ലാവരും ആരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ട ഈ ക്ലാസ്സിൽ അടിക്കടി എല്ലാവർക്കും ഒന്ന് ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്താണെന്നുണ്ടെങ്കിലും വളരെ സന്തോഷം മാഡം, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അടിപൊളി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളാണ് മാഡം ഷെയർ ചെയ്തത്. താങ്ക് യു മാഡം. താങ്ക് യു ഉസ്മാൻ കാ. ജയശ്രീ മാം, നല്ല സെഷൻ ആയിരുന്നു. ഒരുപാട് എക്സാമ്പിൾസ് യൂസ് ചെയ്ത് ഭയങ്കര ഇഷ്ടമായി. ജാപ്പാനീസ് എക്സാമ്പിൾസ്, അതുപോലെ തന്നെ നമുക്ക് കേൾക്കാത്ത ഒരുപാട് കണ്ടന്റ് കിട്ടിയ പോലെ തോന്നി. പരമാവധി ഇംപ്ലിമെന്റേഷനിൽ കൊണ്ടുപോകാൻ പറ്റിയ കാര്യങ്ങൾ തന്നെയാണ്. വളരെ എനർജിയോടെ എടുത്ത സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. Thank you, Siddhesh sir, our new president. Okay, my dear friends, thank you, Jayashree ma'am, for a simple yet powerful session. Today's message was clear. Your insights on setting clear goals and taking disciplined action have given each of us renewed clarity and motivation. This is what Skillsprint 2025 stands for: meaningful learning in small, consistent doses. Now, I invite JC Advait Manoj to invoke the vote of thanks. Good morning, everyone. On behalf of Skillsprint 2025, I extend my heartfelt gratitude to our speaker, Ms. Jayashree Madhusudanan, for delivering a session that was simple, powerful, and genuinely actionable. A special thanks to all the participants who joined us today and continue to support this journey week after week. Your presence keeps the spirit of learning alive. We also appreciate our organizing team, technical coordinators, and everyone working behind the scenes to make each Skills Sprint session smooth and impactful. Thank you all once again. Let us carry forward today's message and turn micro habits into macro health. Wishing everyone a healthy and productive week ahead. Thank you. Thank you, Advait. അപ്പോൾ നമുക്കിനി ഇന്നത്തെ സെഷൻ വൈൻഡ് ചെയ്യാം. സിൻസിയർ താങ്ക്സ് ടു അവർ പ്രസിഡന്റ്, Siddesh, and past president JC Krishna. നമ്മുടെ കൂടെ ഇത് കൂടാതെ തന്നെ സോൺ 28 നിന്ന് കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്. തവനൂരിന്റെ പ്രസിഡന്റ് JCHGF സുനില രഞ്ജിത്ത്, അതുപോലെ തന്നെ അവിടുത്തെ തന്നെ ഒരു ആക്റ്റീവ് മെമ്പർ അഫ്സ ഖാദർ, ദെൻ മല്ലിക മാം, ദെൻ ഉസ്മാൻ സാർ, ഇവരെല്ലാം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ നല്ലൊരു സെഷനായിരുന്നു ഇന്നത്തത്. ഡെഡിക്കേറ്റഡ് സ്കിൽ സ്പ്രിന്റ് ഓർഗനൈസിംഗ് ടീമിനു നന്ദി പറയുന്നു. അതുപോലെ തന്നെ ടു ഓൾ പാർട്ടിസിപ്പൻസ്, താങ്ക് യു ഫോർ ജോയിനിങ്, ഏർണിംഗ് ആൻഡ് ഗ്രോയിങ് വിത്ത് അസ്. യുവർ പ്രസൻസ് ആൻഡ് എൻഗേജ്മെന്റ് മേക്ക് സ്കിൽ സ്പ്രിന്റ് മീനിങ്ഫുൾ. ലെറ്റ് us continue this journey of learning and empowerment throughout 2025. Thank you, everyone. So the learning never stops. See you next week for the next sprint. The session in connection with Skills Sprint 2025 is hereby adjourned. Thank you very much.